ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയതാണ്. ദെൻ ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നാണ് അക്കൗണ്ട്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ട്സിൽ പല ഐറ്റംസും പല അഡ്ജസ്റ്റ്മെൻറ്റും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും ബാലൻസ് ഷീറ്റിലും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാകും. ചിലത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ മാത്രമായിരിക്കും ക്രെഡിറ്റ് ചെയ്യേണ്ടി വരിക, ചിലത് ബാലൻസ് ഷീറ്റിലേക്ക് മാത്രമായിരിക്കും കാണിക്കേണ്ടി വരിക. അങ്ങനെ പലതരത്തിലുള്ള ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഫൈനൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ടേബിളായിട്ട് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കി പോവാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കുമ്പം നമുക്ക് പലതരത്തിലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരുമിച്ചാണ് നോക്കുന്നത്, ഓരോ ഐറ്റമായിട്ട് നോക്കി പോവാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ജനറൽ ഡൊണേഷൻ്റെ കേസാണ്. ജനറൽ ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻ നമുക്ക് രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ജനറൽ ഡൊണേഷനും അതുപോലെ സ്പെസിഫിക് ഡൊണേഷനും ഉണ്ട്. ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസോ നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തരുന്ന, വോളണ്ടറി ആയിട്ട് തരുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ ചിലത് അനോണിമസ് ആയിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ഡൊണേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊരു ക്യാഷ് തരിക മാത്രമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ജനറൽ ഡൊണേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് വിത്തൗട്ട് എനി സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ അങ്ങനെ ജനറലി നമുക്ക് തരുന്ന ഡൊണേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു റവന്യൂ റെസീപ്റ്റ് അല്ലെങ്കിൽ റെക്കറിങ് നേച്ചറുള്ള ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ റെസീപ്റ്റ് എല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എങ്ങനെ വേണമെങ്കിലും പറയാം, നമുക്കത് എമൗണ്ട് കാണിക്കാം. അതിൻ്റെ എഫക്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നില്ല. അതേസമയം സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായിരിക്കില്ല, അത് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും. നോൺ റെക്കറിങ് നേച്ചറിലാണ് നമുക്കത് കിട്ടുന്നത്. സോ അതിന് നമ്മളൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ക്യാപിറ്റൽ ഫണ്ടുകളും ലയബിലിറ്റി സൈഡാണ് കാണിക്കുന്നത്. അസറ്റ് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ നമ്മളുടെ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് ഒക്കെയാണ് കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡ് നമുക്ക് ഉള്ള ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഫണ്ട്, ഇത് രണ്ടുമാണ് നമ്മൾ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു ക്ലബ്ബ് രൂപീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ സ്പെസിഫിക്കലി എടുത്തു പറയുന്ന ഡൊണേഷൻസ് അതാവുമ്പോൾ അപ്പം ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. സോ ബാലൻസ് ഷീറ്റിലാണത് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ നോർമലി നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ക്യാപിറ്റൽ റെസീപ്റ്റ്, ഇപ്പോൾ ഡൊണേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രാൻഡായിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കാം, അതെന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഫണ്ട് രൂപീകരിക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ട് രൂപീകരിക്കുന്നത്. ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് റെസീപ്റ്റ് ഒന്നല്ല, നമ്മൾ തന്നെ രൂപീകരിക്കുന്നതാണ്. ഒരു ഇൻകം അല്ല, നമ്മളുടെ ഫണ്ടുകളിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന ഒരു എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമുക്ക് ഓരോ കൊല്ലം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു ഇയറിൽ സർപ്ലസ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർപ്ലസ് ഈ ഒരു ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, സർപ്ലസ് ഈസ് ആഡഡ് ടു ആൻഡ് ഡെഫിസിറ്റ് ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ് ഓൺ ദ ലയബിലിറ്റി സൈഡ്. നമുക്ക് നോർമലി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ഒരു സൈഡ് അസറ്റും മറ്റേ സൈഡ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് കാണാൻ കഴിയും. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലയബിലിറ്റി സൈഡ് കാണാൻ കഴിയുന്നത് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ല, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഫണ്ടാണ്. ഓക്കെ, ഈ ഫണ്ട് എന്ന് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഓണേഴ്സിൻ്റെ റൈറ്റാണ്. ഓണേഴ്സിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടല്ല, നമ്മളുടെ ആക്ടിവിറ്റീസിന് കിട്ടിയ പലതരത്തിലുള്ള ഇൻകത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിനോട് നമ്മൾ ഓരോ കൊല്ലം വരുന്ന സർപ്ലസ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കൊല്ലം നമുക്ക് ലോസ് അല്ലെങ്കിൽ ഡെഫിസിറ്റാണ് വന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്ന് കുറച്ച് കൊടുക്കുകയും വേണം. ഓക്കെ, ഇനി അടുത്തത് ഹോണറേറിയമാണ്. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോണറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് ടു പേഴ്സൺ ഹു ഈസ് നോട്ട് എൻ എംപ്ലോയി ബട്ട് റെൻഡറിങ് സ്പെഷ്യൽ സർവീസസ് അല്ലെങ്കിൽ സ്പെസിഫിക് സർവീസസ്. ഇപ്പോൾ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷനും എന്ത് ചെയ്യും, ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് സംബന്ധിച്ചിട്ടൊക്കെ ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് സർവീസ് റെൻഡർ ചെയ്യുന്നതിന് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ഇപ്പോൾ ചിലപ്പോൾ ഹവർലി ബേസിലോ അല്ലെങ്കിൽ ഡെയിലി ബേസിലോ ഒക്കെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് മന്ത്ലി ഇങ്ങനത്തെ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് നോൺ റെക്കറിങ് നേച്ചറുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഇത് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മളിത് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ അത് ഏത് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റെസീപ്റ്റ് സൈഡിലേക്കുള്ള എമൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുക റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റിസീപ്റ്റ് സൈഡിൽ നോക്കിയാലാണ് ഈ ഐറ്റമൊക്കെ കാണാൻ കഴിയുക. അതേസമയം എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡെബിറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് മാറ്റേണ്ട ഐറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണുക റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് സൈഡിലും ആയിരിക്കും, അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലോ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നെക്സ്റ്റ് സ്പെസിഫിക് ഫണ്ടാണ്. സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യലി നമ്മൾ മാറ്റി വയ്ക്കുന്ന ചില എമൗണ്ടുകൾ ഉണ്ടാവും. ജനറൽ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട് കൂടാതെ നമ്മൾ ചില പർപ്പസിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഫണ്ടുകൾ, അതായത് ടൂർണമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട്. ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ടൂർണമെൻറ്റ് നടത്താനായിട്ട് മാത്രമായിരിക്കും. പ്രൈസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ക്യാഷ് അതിൽ നിന്ന് എടുക്കാൻ മാത്രമായിരിക്കും മാറ്റി വയ്ക്കുന്നത്. അങ്ങനെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഫണ്ടുകളുണ്ട്. ഓക്കെ, അതാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചറുള്ള ഒരു റെസിപ്റ്റായിട്ടാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ആ ഒരു പ്രത്യേക പേരോടുകൂടി നമ്മളത് ലയബിലിറ്റി സൈഡ് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രൈസ് ഫണ്ട് ആണെങ്കിൽ പ്രൈസ് ഫണ്ട്, ടൂർണമെൻ്റ് ആണെങ്കിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എൻഡോമെൻറ്റ് ഫണ്ടാണ്. എൻഡോമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡൊണേഷൻ പോലെ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകളാണ്. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയായിരിക്കും അത്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് കാണുന്നു. അതിൽ നമ്മൾ ലയബിലിറ്റി സൈഡാണ് ഈ എമൗണ്ട് കാണിക്കുക. എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡാണ് ഈ എമൗണ്ട് കാണിക്കുക. എന്നാൽ ഈ ഒരു എൻഡോമെൻറ്റ് ഫണ്ടിൽ നിന്നും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് എൻഡോമെൻറ്റ് ഫണ്ട് നമ്മൾ എവിടെയും നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 5 lakhൻ്റെ ഒരു എൻഡോമെൻറ്റ് ഫണ്ട് ഉണ്ട്. ആ 5 lakhൻ്റെ ഈ ഫണ്ട് നമ്മൾ കയ്യിൽ വെക്കുന്നതിന് പകരം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. 5 ലക്ഷത്തിൻ്റെ എൻഡോമെൻറ്റ് ഫണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറും? 5 ലക്ഷത്തിൻ്റെ എൻഡോമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന 5 ലക്ഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കും, എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ എൻഡോമെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു 5000 രൂപ വീതം മാസം കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഓക്കെ, ഇതൊക്കെ പ്രോബ്ലം വരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഫണ്ട് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡാണ് കാണിക്കുക. അതേസമയം ആ ഫണ്ടിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഡൻഡ് ഇൻകം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ റവന്യൂ നേച്ചറുള്ള ഇൻകം മാത്രം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻകം സൈഡിലും കാണിക്കും. ഇനി നെക്സ്റ്റ് ലെഗസിയാണ്. ലെഗസി മീൻസ് ദിസ് എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ.
നമുക്കറിയാവുന്നതാണ്. ഡിസീസ്ഡ് പേഴ്സൺ അവരുടെ വില്ല് പ്രകാരം നമുക്ക് തരുന്ന എമൗണ്ടുകളാണ് ലെഗസി എന്ന് പറയുന്നത്. അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല, ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നു. ഇനി അടുത്തത് എൻട്രൻസ് ഫീസാണ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ സമയത്ത് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ടാണ്. മേ ബി അത് നമ്മൾ ഇയർലി ആയിരിക്കും വാങ്ങിക്കുന്നത്, അതല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും, ഒരു ഹാഫ് ഇയർലി ആയിരിക്കും, അങ്ങനെ ചിലപ്പോൾ പീരിയോഡിക്കലായിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. സോ ഇതൊരു ക്യാപിറ്റൽ റെസീപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി സൈഡ് ഷോ ചെയ്യുന്നു. ഓക്കെ, ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ 1 ഇയറിലോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ഒക്കെ വാങ്ങിക്കുന്ന എമൗണ്ട് ചില പേർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ചേരുന്ന സമയത്ത് തന്നെ ലൈഫ് ലോങ് മെമ്പേഴ്സ് ആയിരിക്കാൻ വേണ്ടി ഫുൾ എമൗണ്ട് ആദ്യം പേ ചെയ്യും. ഇതാണ് നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. അത്തരത്തിൽ എമൗണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, സ്റ്റേഷനറി, മെഡിസിൻ ഓർ എനി അതർ കൈൻഡ് ഓഫ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. ഈ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ലോങ് പീരീഡിലേക്കായിട്ടല്ലാതെ നമുക്ക് ഏകദേശം എല്ലാ ദിവസത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കാരണം ഈ പറയുന്നത് പോലെ സ്റ്റേഷനറി ഐറ്റം ഒക്കെ നമുക്ക് കൊല്ലത്തിലൊരിക്കലും മാത്രം വാങ്ങിയാൽ മതിയാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരും. അങ്ങനെ റെക്കറിങ് നേച്ചറിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിന്, കൺസ്യൂമബിൾ സ്റ്റോഴ്സിൻ്റെ പർച്ചേസിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ്, പേയ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇനി അതിൽ നോക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു, അതേസമയം കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് നമുക്ക് ഇപ്പോൾ നിലവിൽ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിനോട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇക്കൊല്ലം ഒരു 500 രൂപേൻ്റെ സ്റ്റേഷനറി വാങ്ങിച്ചു. അതിൽ നമ്മൾ 300 രൂപയ്ക്കുള്ള സ്റ്റേഷനറിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 200 രൂപയ്ക്കുള്ളത് ഇപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇക്കൊല്ലം നമ്മൾ 300 രൂപേൻ്റെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇക്കൊല്ലത്തെ സ്റ്റേഷനറീൻ്റെ ചിലവ് എന്ന് പറയുന്നത് 300 മാത്രമാണ്. അപ്പോൾ ബാക്കി ആ 200 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ഉള്ള എമൗണ്ട് നമ്മളതിന് കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പം സ്റ്റേഷനറി ഐറ്റം അല്ലെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോർ ആവുന്ന സമയത്ത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലെസ് ചെയ്തും കാണിക്കണം. ഈ ഒരു എമൗണ്ടിൽ നിന്ന്, പർച്ചേസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും കാണിക്കണം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇനി അടുത്തത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടാണ്. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെ എന്തും ആയിരിക്കാം. അത് നമുക്ക് 3 തരത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ അസറ്റിൻ്റെ നിലവിലെ ബുക്ക് വാല്യൂ എത്രയാണോ അതേ രൂപയ്ക്ക് തന്നെ വിറ്റിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ബുക്ക് വാല്യൂ ആയിരിക്കാം ചില കേസിൽ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 5000 രൂപേൻ്റെ ഒരു സാധനം ഡിപ്രിസിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ റെക്കോർഡിക്കലി ഉള്ള അതിൻ്റെ വാല്യൂ എന്താണോ അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ വിറ്റെന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ കേസ് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊരു ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് തന്നെയാണ്. അത് ഏത് കേസ് എടുക്കുകയാണെങ്കിലും അത് ക്യാപിറ്റൽ റെസീപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കാണിക്കുന്നത് ഈ റെസീപ്റ്റല്ല നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിൽ നിന്ന് ഇതിൻ്റെ സെയിൽ വാല്യൂ കുറച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 5000 രൂപേൻ്റെ ഒരു ഫേർണിച്ചർ 5000 രൂപയ്ക്ക് തന്നെ നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 മൈനസ് 5000 നമ്മൾ ബാലൻസ് ഷീറ്റിൽ, ഇപ്പോൾ ഫർണിച്ചറാണ് വിറ്റെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ 5000 ഉണ്ടാകും, അതിൽ നിന്ന് ലെസ് സെയിൽസ് 5000, ബാലൻസ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു അസറ്റ് പോകും. ഇനിയിപ്പോൾ അതല്ല 15000 രൂപേൻ്റെ ഫേർണിച്ചറിൽ നിന്ന് നമ്മളൊരു 5000 രൂപേൻ്റെ ഫർണിച്ചർ മാത്രമാണ് വിറ്റെന്നുണ്ടെങ്കിൽ 15000 മൈനസ് 5000 ബാലൻസ് ഷീറ്റിൽ
ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റായിട്ട് 10,000 രൂപ ഉണ്ടാകും. ഓക്കെ, ആ രീതിയിൽ ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തത് സെയിൽ പ്രൈസ് ഇസ് ലെസ് ദാൻ ബുക്ക് വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിലവിൽ ഫർണിച്ചറിൻ്റെ വാല്യൂ 5,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിരുന്ന ഫർണിച്ചറിന് ഇപ്പോൾ 10% ഡിപ്രിസിയേഷനൊക്കെ കഴിച്ച് 4,500 രൂപയാണ് നിലവിൽ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ 4,500 രൂപേൻ്റെ ഫർണിച്ചർ നമ്മൾ വിറ്റിട്ടുള്ളത് 2,000 രൂപയ്ക്കാണ്. ഓക്കെ, ബുക്ക് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോസാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണോ വിറ്റിട്ടുള്ളത് അത് ഇവിടെ തന്നെ നമ്മൾ കാണിക്കാം. നമ്മൾ 5,000 രൂപേൻ്റെ ഒരു ഫർണിച്ചറാണ് 2,000 രൂപയ്ക്കാണ് വിറ്റത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിറ്റത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാണിക്കാം. ലോസ് എത്രയാണെന്നുണ്ടെങ്കിൽ ആ ലോസ് എമൗണ്ട് മാത്രം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ 4,500 ബുക്ക് വാല്യൂ ഉള്ളത് 2,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക ഈ പറഞ്ഞതുപോലെ 4,500 മൈനസ് അതിൻ്റെ ടോട്ടൽ എത്രയാണോ അസറ്റിൻ്റെ വാല്യൂ അതിൽ നിന്ന് വിറ്റിട്ടുള്ള 4,500 രൂപേൻ്റെ സാധനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം കാണിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കാണിക്കണം? ലോസ് എമൗണ്ട് ആയിട്ടുള്ള 2,000 രൂപ കാണിക്കുകയും വേണം. ലോസ് എമൗണ്ട് മാത്രം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് നമ്മൾ 4,500 രൂപേൻ്റെ സാധനം 6,000 രൂപയ്ക്കാണ് വിറ്റതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു 1,500 രൂപേൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഈ പ്രോഫിറ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട്. അതേസമയം ബാലൻസ് ഷീറ്റിൽ നമുക്ക് ടോട്ടൽ ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണോ അതിൽ നിന്നും സെയിലായി പോയിട്ടുള്ള ഫർണിച്ചറിൻ്റെ വാല്യൂ കുറയ്ക്കുകയും ചെയ്യാം. 5,000 രൂപേൻ്റെ സാധനം നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ ആ 5,000 രൂപ ഫർണിച്ചറിൻ്റെ വാല്യൂ നിന്ന് കുറയ്ക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഇത്രയും ഐറ്റംസ് വരുന്നത്. ഇനി അടുത്തത് സെയിൽ ഓഫ് കറണ്ട് അസറ്റാണ്. സെയിൽ ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ഈ ഡിപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ സെയിലാണോ എന്നൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരിക. ന്യൂസ് പേപ്പർ പോലെ നമ്മളുടെ കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് വിറ്റാൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അതായത് നോർമലി നമുക്ക് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കുറേ റെക്കറിങ് നേച്ചറായിട്ട് കിട്ടുന്ന ഒരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. റവന്യൂ റെസിപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ഇത് കാണിക്കുന്നത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എക്സ്പെൻഡിച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അറ്റ് ദി എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റ് ദി ബിഗിനിങ്. അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഔട്ട്സ്റ്റാൻഡിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.